watching another episode of ഒരു ഊണ്. Stay healthy. 1/2 കിലോ അയില നന്നായി വെട്ടി വൃത്തിയാക്കി ഇരുവശവും വരഞ്ഞ് റോസ്റ്റ് ആക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, മല്ലിപ്പൊടി കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 2 ടീസ്പൂൺ, നാരങ്ങാനീര് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി പുരട്ടി 20 മിനിറ്റിന് ശേഷം വറുക്കാനായി ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ചേർത്ത് കുറഞ്ഞ തീയിൽ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ആദ്യം ഒരു അയിലയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില 1 തണ്ട് നന്നായി ചതച്ച് മൊരിഞ്ഞ അയിലയിലേക്ക് ചേർക്കാം. 2 മിനിറ്റിനുള്ളിൽ അയില നന്നായി മൊരിച്ച് വറുത്തെടുക്കാം. തക്കാളി കറിക്ക് ആവശ്യമായി തക്കാളി, സവാള, പച്ചമുളക് 1 വീതം, 8 കുഞ്ഞുള്ളി, 4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില ആവശ്യത്തിന്. ഇവയെല്ലാം നന്നായി കഴുകി അരിഞ്ഞ ശേഷം ചൂടായ പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അരിഞ്ഞു കൂട്ടിയ ചേരുവകൾ ഒന്നൊന്നായി ചേർക്കാം. കറിവേപ്പില, ചെറുതായി അരിഞ്ഞ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഒരു സവാള അരിഞ്ഞത്, പച്ചമുളക് ഇവയെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം തക്കാളിയും കൂടി ചേർത്ത് ചെറുതീയിൽ നന്നായി വഴറ്റിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇവയെല്ലാം 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് കട്ടത്തൈര്, 2 കഷ്ണം ഇഞ്ചി, 1 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കറിവേപ്പില, 1 കുഞ്ഞുള്ളി, 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. നന്നായി വെന്ത് വന്ന തക്കാളിക്കൂട്ടിലേക്ക് ഒഴിച്ച് യോജിപ്പിച്ച് ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നീട് അതിലേക്ക് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് 3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില ഇട്ട് 2 നുള്ള് മുളക് പൊടിയും ചേർത്ത് കടുക് പൊട്ടിച്ചത് കറിയിലേക്ക് ഒഴിക്കാം. തക്കാളിക്കറി വിളമ്പാനായി മൂടി വയ്ക്കാം. മെഴുക്കുപുരട്ടിക്ക് ആവശ്യമായ 2 പച്ചക്കായ, കറിവേപ്പില, 9 കുഞ്ഞുള്ളി, 7 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇടിച്ച വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. പച്ചക്കായ കുഞ്ഞായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചൂടായ പാനിൽ എണ്ണയൊഴിച്ച് കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞെടുത്ത പച്ചക്കായയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് 2 കപ്പ് വെള്ളവും ഒരല്പം ഉപ്പും ചേർത്ത് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റിനുള്ളിൽ തന്നെ പച്ചക്കായ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സീൽ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് ഇടിച്ചെടുത്ത കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റി 2 ടേബിൾ സ്പൂൺ ഇടിച്ച മുളകും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം അത് വെന്ത് വന്ന പച്ചക്കായയിലേക്ക് ചേർക്കുക. അങ്ങനെ നമ്മുടെ ഒരു ഊണിലേക്ക് ചൂട് ചോറിൻ്റെ കൂടെ പച്ചക്കായ മെഴുക്ക് പുരട്ടിയും തക്കാളിക്കറിയും പിന്നെ അയില പൊരിച്ചതും, ഈ കോമ്പിനേഷൻ എല്ലാവരും ട്രൈ ചെയ്യും. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.